ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്തോഷകരമായ വിശുദ്ധ കാലത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി സഭാരാധനയോടനുബന്ധിച്ച് ദൈവത്തിന് ചിന്തയുമായിട്ട് കടന്നു വരുവാൻ ദൈവത്തിനെ സഹായിച്ചത് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് ഹൃദയംഗമായ പ്രണാമത്തെ അർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തിരുവചനത്തിൽ നിന്ന് സങ്കീർത്തനം 103-13 വാക്യത്തെ നമ്മൾ വായിച്ച് ചിന്തിക്കുവാനിടയാണ്. അതേ വാക്യത്തിൽ തന്നെ ഒരിക്കൽ കൂടി ഇവിടെ വായിക്കുന്നതിനെ ശ്രദ്ധ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. വാക്യത്തെ ഒരിക്കൽ കൂടി നമുക്ക് ദൈവങ്ങളിലേക്ക് കൊടുക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, വായിച്ചിരുന്ന തിരുവെടുത്ത് അവിടുത്തെ കരുത്തിലേക്ക് സമർപ്പിക്കും. അവിടുത്തെ ഹിതപ്രകാരം അത് വ്യാഖ്യാനിച്ചെടുക്കുവാനുള്ള പരിശുദ്ധാത്മ നൽകണം. അത് പറയുന്ന എളിമന് കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ അനുഗ്രഹമായി ഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തെ മറയില്ലാതെ വിളിച്ചറിയുവാൻ കർത്താവെ വചനത്തിൽ കൂടി സംസാരിക്കുക. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. തിരുവെഴുത്തിൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവിക കരുണയാണ് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കേവലം മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നും ആ സൃഷ്ടി പുത്രനാകുന്നത് എങ്ങനെയെന്നും പുത്രനായി കഴിഞ്ഞാൽ ലഭിക്കുന്നതായ മഹത്വങ്ങളും കഴിഞ്ഞ സന്ധ്യയിൽ നമ്മൾ ചിന്തിക്കുവാനില്ല. അതിന്റെ തുടർമാനമായിട്ട് തന്നെ മറ്റൊരു ഭാഗത്തിൽ അഥവാ ദൈവത്തിന്റെ സ്നേഹത്തെയാണ്, അപ്പന്റെ സ്നേഹത്തെയാണ് ഇന്ന് ബൈബിളിൽ കൂടി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ബൈബിൾ ഉടനീളം നമ്മൾ പഠിച്ചാൽ ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തെ പുരുഷ ഗുണത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷ ഗുണത്തിൽ വെളിപ്പെട്ട ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. സനാതന സത്താവിശേഷമായിരിക്കുന്ന ദൈവത്തെ പുരുഷൻ എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷൻ എന്നൊരു പദം ഒരു ഭാഗത്ത് എത്തിയിട്ടില്ല. പക്ഷെ അപ്പൻ, പിതാവ് എന്നൊക്കെയാണ് ദൈവത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. എവിടെയെല്ലാം ദൈവത്തെ കുറിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പുരുഷ ഗുണത്തിൽ മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ദൈവത്തിന്റെ മനുഷ്യാവതാരമായിരിക്കുന്ന ദൈവ മനുഷ്യനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് കൊലോസ്യർ 2-9 വാക്യം, അവനിലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയിൽ ലേഖരൂപമായി വസിക്കുന്നു. കൊലോസ്യർ 1:15, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനം. അഥവാ ദൈവത്തിന്റെ പ്രതിമ എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിൽ കൂടി പരിശുദ്ധാത്മ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രതിമ സ്ത്രീരൂപമല്ലായിരുന്നു, പകരം എല്ലാവിധമായ പുരുഷ ഗുണത്തോടുകൂടിയാണ് ദൈവം മനുഷ്യ അവതാരത്തിൽ ഭൂമിയിൽ കടന്നു വന്നത്. ആ ദൈവത്തെ ബൈബിൾ വെളിപ്പെടുത്തുന്നത് പിതാവ് എന്നാണ്. അതുകൊണ്ട് അമ്മ ദൈവങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും അതിന്റെ ഉത്ഭവം എവിടെയാണെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നേ. നമ്മുടെ ഒരു സമയം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു ചെറിയ മെസ്സേജാണ് ഞാൻ ഇതൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് തിരുവചന ചിന്തയിൽ അപ്പന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ ഏകദേശം 32 വരെയുള്ള വാക്യങ്ങൾക്ക് തടങ്ങിയിരിക്കുന്ന ഒരു സംഭവത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം എത്രയോ പ്രസംഗവേദികളെ അലങ്കരിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം അവിടെ 3 ഉപമകൾ വളരെ അനുഗ്രഹീതമായിട്ട് കർത്താവ് പറയുന്നു. ഒന്നാമത്തെ ഉപമ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാളിനെ 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തെരഞ്ഞു രക്ഷിക്കുകയില്ലയോ? ഇനി കണ്ടു കിട്ടിയാൽ താൻ കടന്നു വന്ന് തന്നെയും തന്റെ അയൽക്കാരെയും വിളിച്ചു കൂട്ടി ഒരു വലിയ വിരുന്നും ഒരുക്കത്തില്ലയോ? വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിനെ കർത്താവ് വെളിപ്പെടുത്തി. രണ്ടാമതായിട്ട് ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ പണം ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ടതിനെ കണ്ടു കിട്ടുമ്പോഴും അവൾ തിരഞ്ഞ് അന്വേഷിക്കുകയില്ലയോ? കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും തന്റെ ശാസ്ത്രക്കാരെയും വിളിച്ചു കൂട്ടി താൻ ഒരു വലിയ വിരുന്നൊരുക്കി സന്തോഷിക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു. ഒടുവിൽ മൂന്നാമതായി വാസ്തവത്തിൽ പറയുന്ന അതൊരു സംഭവമായിട്ടാണ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തേത് വളരെ എത്രയോ പ്രസംഗത്തിന് കാരണമായിരിക്കുന്ന ഒരു സംഭവവികാസമാണ്. പ്രിയ സ്ത്രീക്കെതിരെ അതാണ് ഇന്ന് പലരും നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. എന്റെ ഭാവനയിൽ ഞാനിതിനെ ചിത്രീകരിക്കുകയാണ്. വലിയൊരു ധനാഠ്യനായ മനുഷ്യന്റെ ഭവനം. അവിടെ 2 പുത്രന്മാർ, അപ്പന്റെ വാത്സല്യ പുത്രന്മാർ. അമ്മ ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. അവിടെ അമ്മയെ കുറിച്ച് യാതൊരു വാക്കും വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഉണ്ടെന്നും ഇല്ലെന്നും ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ മരിച്ചുപോയോ, അതോ ഇനി അമ്മയെ കുറിച്ച് അവിടെ വർണ്ണിക്കാത്തതാണോ, ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പന്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ബൈബിൾ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്ത്. ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ ഒരിക്കലും സ്ത്രീയോട് ബൈബിൾ ഉപമിച്ചിട്ടില്ല. എന്നാൽ
ചില സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ ചില സ്വഭാവങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ ചില സ്ത്രീകളെ സാമ്യപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് യെശയ്യായുടെ പുസ്തകം 49-15 വാക്യത്തിൽ പറയുന്നു, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കുമോ, അവൾ മറന്നുകളയുമോ? അവൾ അങ്ങനെ ചെയ്താലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, മറക്കുകയില്ല. പിന്നെയും തിരുവെഴുത്ത് യെശയ്യായുടെ പുസ്തകം 66-13 വാക്യത്തിൽ വരുമ്പോൾ, ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ മക്കളോട് കരുണ തോന്നുന്നു. ഒരമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ യഹോവ തന്റെ മക്കളെ ആശ്വസിപ്പിക്കുന്നു. അഥവാ ദൈവത്തിന്റെ കരുണയെ, ദൈവത്തിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ ലാളിത്യത്തെ വെളിപ്പെടുത്തുവാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ ഇതൊന്നും ദൈവം സ്ത്രീ രൂപത്തിൽ വെളിപ്പെട്ടുവെന്നോ ദൈവത്തിന് സ്ത്രീ ഗുണമുണ്ടെന്നോ വെളിപ്പെടുത്തുന്നില്ല. പകരം ദൈവ സ്വഭാവത്തിന്റെ ചില ഭാഗങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി, ഉദാഹരണത്തിന് ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ പെട്ടെന്ന് ആശ്വസിപ്പിക്കുവാൻ കഴിയും. കാരണം കരയുന്ന ഒരു കുഞ്ഞിനെ പെട്ടെന്നെടുത്ത് അമ്മയൊന്ന് പാലൂട്ടിയാൽ കുഞ്ഞിന്റെ സങ്കടമാണ്. അതുപോലെ തന്നെയാണ് ദൈവവും ഏതൊരു പ്രതിബന്ധത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന തന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ആ ഭാഗം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവം ഒരിക്കലും സ്ത്രീ രൂപത്തിൽ വെളിപ്പെട്ടിട്ടില്ല. പുരുഷ ഗുണത്തിൽ വെളിപ്പെട്ട ദൈവത്തെ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഈ സംഭവത്തിൽ പറയുന്നത് ധനവാനായ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ 2 മക്കൾ ഉണ്ടായിരുന്നു. ഇതൊരു സംഭവമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്റെ ഭാവന ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ധനാഢ്യനായ മനുഷ്യൻ, ആ മനുഷ്യൻ 2 പുത്രന്മാർ, ഒത്തിരി ദാസീദാസന്മാർ, ഒത്തിരി വയൽപ്രദേശങ്ങൾ, അനേകം തിന്നു കുടിച്ച് സന്തോഷിക്കുന്ന എല്ലാവിധമായ സമൃദ്ധി കൊണ്ട് നിറയപ്പെട്ട ഒരു ഭവനം. എന്നാൽ അപ്പൻ 2 മക്കളെയും ഒന്നുപോലെ സ്നേഹിച്ചിട്ടുണ്ടാകും. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ ബാല്യകാലത്ത് ഞാൻ സൺഡേ സ്കൂളിൽ ഈ സംഭവത്തെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ അന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് മുടിയനായ പുത്രന്റെ കഥ എന്നാണ്. അഥവാ ഇളയ പുത്രൻ മുടിയനായ പുത്രൻ എന്നാണ് പഠിപ്പിച്ചത്. വാസ്തവത്തിൽ അവൻ മുടിഞ്ഞു പോയില്ല എന്ന് പിന്നത്തേതിലാണ് നിങ്ങൾക്ക് മനസ്സിലായത്. എന്നാൽ ഇന്ന് പറയട്ടെ സ്നേഹിതരെ, അപ്പന്റെ കുറച്ച് സ്വത്ത് വക മുടിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവനൊരിക്കലും മുടിഞ്ഞു പോയില്ല. അത് ഞാൻ പിന്നാലെ പറയും. എന്നാൽ ഇവിടെ മനസ്സിലാക്കണം, അപ്പന്റെ സ്നേഹത്തിൽ, അപ്പന്റെ ഭവനത്തിലുള്ള എല്ലാ നന്മകളും അനുഭവിച്ച് ജീവിച്ച 2 പുത്രന്മാർ, ഒന്നിനും കുറവില്ല, എല്ലാവിധമായ സമൃദ്ധിയുമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഇളയ പുത്രൻ വന്ന് പറയുകയാണ്, അപ്പ എന്റെ സ്വത്ത് വകയിൽ എന്റെ വിഹിതം എനിക്ക് നൽകണം. അന്നത്തെ ചരിത്രം അനുസരിച്ച്, യഹൂദ ചരിത്രം അനുസരിച്ച്, ഒരു ഭവനത്തിലെ സ്വത്ത് വിഹിതിക്കുമ്പോൾ മൂത്ത പുത്രനെ 2 ഭാഗവും 1 ഭാഗം ഇളയവന് നൽകും. അഥവാ എപ്പോഴും മൂത്ത ആൾക്കാർക്ക് സ്വത്തിന്റെ 2 വിഹിതം കിട്ടും. ഇപ്പൊ 10 മക്കളുണ്ടെന്നിരിക്കട്ടെ, സ്വത്ത് വിഹിതിക്കുമ്പോൾ അതിനെ 11 വിഹിതിക്കും. അതിന് 2 വിഹിതം മൂത്ത പുത്രൻ ലഭിക്കും. അതുപോലെ ഇവിടെയാണെങ്കിൽ 2 പുത്രന്മാരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ സ്വത്ത് വക 3 വിഹിതിച്ചിട്ടുണ്ടാകും. അതിൽ 1 വിഹിതം ഇളയ പുത്രൻ ലഭിച്ചിട്ടുണ്ടാകും. 2 വിഹിതം മൂത്ത പുത്രൻ ലഭിക്കുകയും, മൂത്തവനാണ് ചില കുടുംബങ്ങൾക്കകത്ത് ഭരണ സ്കീമുകളൊക്കെ ഉണ്ടാകും, ഭരണ പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൻ കഴിഞ്ഞു പോയാൽ അതേ സ്ഥാനത്ത് ഭരണസ്ഥാനത്തേക്ക് പിന്നെ അവരോധിക്കപ്പെടുന്നത് മൂത്ത പുത്രനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൂത്ത പുത്രൻ ഇവിടെ നിൽക്കട്ടെ, ഇളയ പുത്രന്റെ 1 വിഹിതം അവൻ കൈക്കലാക്കിക്കൊണ്ട് പുറപ്പെട്ടു. കാശ് കയ്യിൽ വന്നപ്പോൾ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടാകും. അന്നും ഇന്നും എന്നും കാശുള്ളവരുടെ പുറകെ നിൽക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുമാണ്. മൂത്ത പുത്രന്റെ സാക്ഷ്യം അനുസരിച്ച് പറഞ്ഞാൽ അതിന്റെ 30 വാക്യത്തിൽ അവൻ വേശ്യമാരോട് കൂടെ കുടിച്ചു വന്നാ പറയുന്നത്. അഥവാ കുറച്ച് വേശ്യമാരും കൂടെ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അപ്പന്റെ ഭവനത്തിനകത്തുള്ള സന്തോഷവും സമാധാനവും അവൻ യഥാക്രമത്തിൽ അനുഭവിച്ചിട്ടും അതുകൊണ്ട് തൃപ്തനാകാത്ത പുത്രൻ, അവന്റെ പരാജയത്തിന്റെ ചില കാരണങ്ങളാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. 1, അപ്പന്റെ സ്നേഹം അവൻ തിരിച്ചറിഞ്ഞു, അപ്പന്റെ വാത്സല്യം തിരിച്ചറിഞ്ഞില്ല. അപ്പനെക്കാളുപരി, അപ്പന്റെ സ്നേഹത്തെക്കാളുപരി, അപ്പന്റെ ഭവനത്തിലുള്ള ഈ സമാധാന സന്തോഷത്തെക്കാളുപരി അവൻ ലോകത്തിലേക്ക് നോക്കിയപ്പോൾ അതാണ് ശ്രേഷ്ഠം നമുക്ക് തോന്നി. കാരണം പ്രിയ സ്നേഹിതരെ, അവൻ സുബോധം നഷ്ടപ്പെട്ടവനാണ്. ഞാൻ പിന്നാലെ അത് പറയും. വേദപുസ്തകത്തിൽ അവിടെ കാണപ്പെടുന്നത് അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടാണ്, അപ്പനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് തന്റെ വസ്തുവകയും കൈക്കലാക്കി പുറപ്പെട്ടുപോയി. 13 വാക്യം 2-ാമത്തെ പതനത്തെ കുറിച്ച് പറയുകയാണ്. 7 നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലം സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അഥവാ സ്വന്തം ഭവനത്തിനകത്തുള്ള സന്തോഷത്തെക്കാളുപരി പുറത്തുള്ളതാണ് ശ്രേഷ്ഠമെന്നാണ് കണ്ടത്. അപ്പന്റെ സ്നേഹത്തെക്കാൾ അപ്പന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞില്ല.
രണ്ട്, അപ്പന്റെ ഭവനത്തിനകത്ത് ഈ അനുഭവിക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ധനാഠ്യനായ മനുഷ്യനാണെങ്കിൽ ഒരു മന്ത്രി കുമാരന് തുല്യനായി ജീവിച്ചവനാണ്. പക്ഷെ എന്ത് ചെയ്യാം, അതിനേക്കാൾ ഉപരി ലോകത്തിലുള്ള തന്റെ സ്വാതന്ത്ര്യമാണ്, തന്റെ സുഖമാണ്, തനിക്ക് ശ്രേഷ്ഠമെന്ന് ഞാൻ ചിന്തിച്ചു. അതിനനുസരിച്ച് ദൂരദേശത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു. അപ്പനെ വിട്ട്, അപ്പന്റെ ഭവനത്തെ വിട്ട്, അപ്പന്റെ ഭവനത്തിലുള്ള സകല നന്മകളും വിട്ട്, തന്റെ കൂടപ്പുറത്തിന് എല്ലാം വിട്ട് അവൻ ലോകമാണ് ശ്രേഷ്ഠമെന്ന് കണ്ടെത്തി. അതിനുവേണ്ടി കടന്നു പോവുകയാണ്. 3, അവിടെ തന്നെ പറയുക, വായിക്കും. അവിടെ തന്നിഷ്ടക്കാരനായി ജീവിച്ചു. അപ്പന്റെ ഭവനത്തിനകത്തുള്ള അപ്പന്റെ കൽപ്പനകൾക്കനുസരിച്ച് നിൽക്കണം. അപ്പന്റെ ഭവനത്തിനകത്താണ്. ഇപ്പൊ തനിക്ക് സന്തുഷ്ടത്തിൽ ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഉണ്ടായ സ്വത്തുവക മുഴുവൻ നശിപ്പിച്ച് നാനാവിധമാക്കി. ഞാൻ മുമ്പ് ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. ഒരു പുസ്തകത്തിൽ ഒരു കഥയാണ്, വാസ്തവത്തിൽ ഒരു കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുക. ഒരിക്കൽ ഒരു ട്രെയിനും അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സും ഏറെക്കുറെ ഒരേ സമയത്ത് ഇങ്ങനെ റെയിൽവേ ക്രോസിലേക്ക് വരും. അഥവാ ഒരു ക്രോസ് ഇങ്ങനെ കടന്നു പോകുന്ന ഈ ടൂറിസ്റ്റ് ബസ് എല്ലാ ദിവസവും ഈ ട്രെയിൻ പോകുന്ന സമയത്ത് അവിടെ വന്ന് നിൽക്കുമായിരുന്നു. കാരണം റെയിൽവേ ക്രോസ് അടച്ചിരിക്കും. ഈ ബസ്സിന്റെ സമയവും ട്രെയിനിന്റെ സമയവും ഏറെക്കുറെ ഒരേ സമയമാണ്. ഇങ്ങനെയാകുമ്പോൾ പല ദിവസമായപ്പോൾ, ഇതൊരു കഥയാണ്, അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്ന കഥയാണ്. പല ദിവസവുമായപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സിലുള്ള ടയറും അതുപോലെ തന്നെ ട്രെയിനിലുള്ളതായ ഒരു വീലും തമ്മിൽ വളരെ സൗഹാർദ്ദത്തിലാണ്. ഒരിക്കൽ ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സിലുള്ള ടയർ വീലിനോട് ചോദിച്ചു, ടയറിനകത്തിരിക്കുന്ന ക്രമമാണ്. ട്രെയിനിലുള്ള വീലിനോട് ചോദിച്ചു, വാസ്തവത്തിൽ നീ ഇത്രയും ഭാരവും വലിച്ചുകൊണ്ട് ഈ ഇരുമ്പിൽ കൂടെ ഈ ചൂടത്ത് നീ എത്രമാത്രം കഷ്ടപ്പെട്ടായി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ എന്നെ നോക്കി, എനിക്ക് ഒരു വിഷയമില്ല, ഞാൻ ഈ ടയറിനകത്ത് വളരെ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. കാരണം ഞാനല്ല ഇവിടെ കഷ്ടപ്പെടുന്നതും മണ്ണിൽ ഒഴിയുന്നതുമല്ല ടയറാണ്, അതുകൊണ്ട് ഞാനിവിടെ സുരക്ഷിതനാണ്. ഇങ്ങനെ പല ദിവസം പറഞ്ഞു വന്നപ്പോ ഒരിക്കൽ ആ വീല് ഇങ്ങോട്ട് ചോദിച്ചു, ടയറിനകത്തിരിക്കുന്ന ഡ്രമ്മിനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞു, നീ ഇതുവരെ ഉരുണ്ടല്ലോ, ഇനി നീ ഒരു ദിവസം ഉരുളാവാനിരിക്കുക, എന്താ സംഭവിക്കുന്നത് നോക്കാൻ പോകും. അങ്ങനെ ഒരു ദിവസം ഈ വീല് ഉരുളാവാൻ കയറിയിരിക്കും. അപ്പോൾ മനസ്സിലാക്കണം, ഇരുമ്പിലിങ്ങനെ കിലോമീറ്ററുകളോളം ഓടിപ്പോയിക്കൊണ്ടിരുന്നപ്പോ ഇത് ഒരു ഭാഗം കൊണ്ട് തേയുവാനിടയാണ്. തേഞ്ഞ് കുറച്ചെന്ന് നശിച്ചു. ഒരു അവസാനം ഈ ബോഗിയുടെ ഈ വീടിൽ വരുന്ന സ്ഥലം വരുമ്പോൾ അത് ക്രമത്തിൽ പോകാതെ തുള്ളിച്ചാടാൻ പറ്റും. അങ്ങനെ അതിന്റെ മേസ്തിരിമാരെല്ലാം കൂടി ഒക്കെ നോക്കിയപ്പോൾ ഇതിന് കംപ്ലൈന്റ് വന്നത് മനസ്സിലായി. ആ വീടിനെ ഊരിയെടുത്ത് അങ്ങ് ദൂരോട്ട്. എന്നാൽ അവൻ പറഞ്ഞു കൊടുത്ത വാക്ക് ഇങ്ങനെയാണ്, നീ അങ്ങനെ ഓടാതെ കറങ്ങാതിരുന്ന ഒരു സുപ്രഭാതത്തിന് അതിന് ഇളക്കിയെടുത്തിട്ട് നീ നല്ല ശക്തനാണ്, അതുകൊണ്ട് നിന്റെ വാർത്തെടുത്ത് എന്നെ പോലെ ഒരു ടയറിനകത്താണ്, അങ്ങനെ നിനക്ക് ടൂറിസ്റ്റിലേക്ക് കയറാം എന്ന്. ഇതാണ് അവന്റെ വിശ്വാസം. അതനുസരിച്ചാണ് താൻ ഉറയുവാൻ തയ്യാറായി. എന്നാൽ പ്രിയ സ്നേഹിതരെ, നിർഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു? ഇത് ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞ് അവരതിനെ കൊണ്ടുപോയി ഒരു ഭാഗത്ത് വേസ്റ്റിന്റെ കൂടെ അടുക്കി. കാലം ചിലത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അതേ ടൂറിസ്റ്റ് ബസ് ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ഒതുക്കി. ഇവന് വയസ്സായി ഒതുക്കിയപ്പോ ഇവൻ ഇവിടെ ചെളിയും പിടിച്ച് തുരുമ്പിച്ച് തകർന്ന് തരിപ്പടമായി കിടക്കുകയാണ്. ഉടനെ ടൂറിസ്റ്റിനകത്തിരുന്ന ടയറിനകത്തിരുന്നുകൊണ്ട് അവൻ ചോദിച്ചു, അല്ലയോ സ്നേഹിത, നീ ഇതുവരെ ടൂറിസ്റ്റിൽ എത്തുകയോ? ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് ഈ അലയത്തെന്ന് സംഭവിച്ചത്. വാസ്തവത്തിൽ അപ്പന്റെ ഭവനത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ കയറിക്കൂടിയ ലോകമോഹം അവനെന്തൊക്കെയോ ആയിത്തീരുമെന്ന് തന്നെ പ്രേരിപ്പിച്ചു. അതിനൊക്കെവണ്ണം പുറപ്പെട്ടു പോയി. പക്ഷെ എന്ത് ചെയ്യാം? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവൻ ഈ ഓരഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഇരുമ്പിൻ കഷ്ണം പോലെ ആയിത്തീരാൻ പോവുകയാണ്. അതിന് 14-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാം. എല്ലാം ചെലവഴിച്ച ശേഷം എല്ലാം നഷ്ടപ്പെടുത്തിയ തന്റെ അവകാശത്തെ നിസ്സാരമായി കണ്ട് വലിച്ചെറിഞ്ഞു. ഒന്നപ്പന്റെ സ്നേഹത്തെ മനസ്സിലാക്കി. രണ്ടപ്പന്റെ ഭവനത്തെക്കാളും ദൂരെ ദേശത്തെ അവൻ ആഗ്രഹിച്ചു. 3 തന്നിഷ്ടത്തിനുള്ള തന്റെ ജീവിതം അവൻ തെരഞ്ഞെടുത്തു. 4 തന്റെ സ്വത്തുകളെ സൂക്ഷിക്കാൻ തന്നെ കഴിയും. ഉള്ളതിനെല്ലാം നഷ്ടപ്പെടുത്തി. സ്നേഹിതരെ, ഇന്ന് പകൽക്കാലത്തിൽ പറയട്ടെ, നിനക്ക് ദൈവം ഒരു മഹത്വം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ ആരെപ്പോലെയൊക്കെ തന്നെ ആകുവാൻ പ്രേരിപ്പിക്കും സാഹചര്യങ്ങൾ. നമുക്കൊരിക്കലും അങ്ങനെയൊന്നും ആകാൻ കഴിയത്തില്ല. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്.
ആ പ്ലാൻ അങ്ങനെ തന്നെ സംഭവിക്കും. നീ എങ്ങനെയാണോ ആ രൂപത്തിൽ ദൈവത്തിന് നിന്നെ വാർത്തെടുക്കാൻ കഴിയും. നമ്മളായിട്ട് പണിയാൻ ശ്രമിക്കുമ്പോൾ അത് പരാജയത്തിന്റെ പടികളിൽ നമ്മെ കൊണ്ടുവരും. ഈ മനുഷ്യന് സംഭവിച്ചതാണ്. ഇപ്പോൾ ഒന്നുമല്ലാത്തവനായിത്തീരും. എല്ലാം നഷ്ടപ്പെടുത്തി തന്റെ സ്വത്തുവക മുഴുവൻ ഇപ്പോൾ പോയി. എന്താ സംഭവിച്ചു? പിന്നെ ആ ദേശത്ത് കഠിന ക്ഷാമം ദേശം പോലും കുടിച്ചു പോകും. ഇന്ന് പകൽക്കാലത്ത് ഞാനൊരു ദൂതായിട്ട് ദൈവമക്കളോട് പറയുകയാണ്. ദൈവത്തിന്റെ സ്നേഹം രുചിച്ചിട്ട്, ദൈവത്തിന്റെ കൃപ അനുഭവിച്ചിട്ട്, ദൈവിക നന്മയെ പ്രാപിച്ചിട്ട് ദൈവ വഴിയെ വിട്ട് ഒരുവൻ ഇറങ്ങിപ്പോകുമ്പോ അവൻ ചെല്ലുന്ന ദേശം പോലും മുടിഞ്ഞു പോകുമെന്ന് തിരുവെടുത്ത് പറയുകയാണ്. അവൻ ചെന്നെത്തിയ ദേശത്തിൽ ക്ഷാമം പിടിച്ചു. കാരണം ഇവന്റെ ജീവിതം പാപമൂലമാണ്. പാപം പറഞ്ഞ ലോകത്തിൽ ക്ഷാമം കടന്നു വരും. കാരണം യഹോവയുടെ ദൃഷ്ടി പാപമുള്ള ദേശത്തിന്മേലിരിക്കുന്നു. കാരണം അത് തകരിക തന്നെ ചെയ്യും. പാപം ചെയ്യുന്നത് തേങ്ങി മരിക്കണം. ദൈവത്തിന്റെ നീതിയാണ്. ഇവിടെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. എന്നാൽ ഇന്ന് അതിൽ പറയട്ടെ സ്നേഹിതരെ, അവർക്ക് നിന്ന് ദേശവും നശിക്കുകയാണ്. ദൈവവഴി കേട്ടിട്ട് ദൈവവഴി പഠിച്ചു പോയതായ യോന ചെന്നെത്തിയ കടലിന്റെ കപ്പലിന്റെ അടിത്തട്ടിൽ താൻ സുരക്ഷനാണെന്ന് ചിന്തിച്ചു. പക്ഷെ താൻ മാത്രമല്ല, ആ കപ്പലിലുള്ളവരും പലരും എന്ന് ഓർക്കണം. ദൈവവഴി വിട്ട് ഒരുവൻ തിരിഞ്ഞോടുമ്പോ, ദൈവത്തിന്റെ വിളി കേട്ടിട്ട് തിരിഞ്ഞ് ലോകത്തിന്റെ സുഖം കുഴിച്ച് ഇറങ്ങിപ്പോകുമ്പോ, പിന്മാറ്റത്തിൽ പോകുമ്പോ അവൻ ചെന്ന് തൊടുന്നതെല്ലാം പരാജയത്തിന്റെ പടികുഴിയായി തീരുമെന്ന് തിരുവെടുത്ത് പറയുന്നു. അത് ദൈവത്തിന്റെ സ്നേഹമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നാലെ അത് വെളിപ്പെടുന്നു. അപ്പന്റെ സ്നേഹം ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു. എന്ത് സംഭവിച്ചു? ദേശത്തിലെ അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ആശ്രയിച്ചു. അതെ, ആ ദേശത്തിലെ ഉന്നതന്മാരെയൊക്കെ അന്വേഷിച്ചു നടന്നു. അങ്ങനെ ഒരു പൗരനാണ്. കയ്യിൽ കാശൊന്നുമില്ല. ഇപ്പൊ പേഴ്സെല്ലാം ഒട്ടി വലിഞ്ഞിരിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം തണ്ടുപോകും. കയ്യിൽ കാശുണ്ടെങ്കിൽ എല്ലാവരും കാണും. സ്വത്തുവക തീർന്നപ്പോൾ ഇപ്പോ യേശിമാരുമില്ല, ഇപ്പൊ കൂട്ടുകാരുമില്ല, ഇപ്പൊ സഹായകരുമില്ല. എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പൊ താൻ തന്നെ അന്വേഷിച്ച് നടക്കുക. എന്ത് ചെയ്യാം? എന്നത്തെ ദേശം കൂടി താൻ മുടിഞ്ഞു കിടക്കുക. അവസാനം ഒരു ബാല്യക്കാരന്റെ അടുക്കൽ ചെന്നു. ഒരു മനുഷ്യനെ ചെന്ന് അഭയം പ്രാപിച്ചു. അവനോ പന്നി മേയ്ക്കാൻ പറഞ്ഞയച്ചു. പന്നി മേയ്ക്കാൻ പറഞ്ഞയച്ചു. അവിടെ പറയുന്നത് പന്നി തിന്നുന്ന വാള വരെയെങ്കിലും തിന്ന് മെച്ചപ്പെടാൻ ആഗ്രഹിച്ചു. പക്ഷെ അതുപോലെ അവന് ലഭിച്ചില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് തന്നെയാണ് യോനായ്ക്ക് സംഭവിച്ചത്. അവസാന കടലിന്റെ കടലാനയുടെ വയറ്റിനകത്ത് വെച്ച് അവൻ അയ്യം വിളിക്കാൻ അറിയാം. എന്നാൽ ഇവിടെ നോക്കുന്നു ഈ മനുഷ്യന്റെ അങ്ങനെ. എന്നാൽ അപ്പോഴത്തെ എന്നറിയോ? സാധാരണ ഞാൻ ചോദിക്കട്ടെ പ്രിയ സ്നേഹിതരെ, ഈ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മുടെ ഒരു പുത്രൻ ഈ അനുഭവത്തിൽ ഇറങ്ങിപ്പോയി നമ്മൾ എന്നാ ചെയ്യും? സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ആ വഴിയടച്ച് വിണ്ട പറ്റോ എന്ന് പറഞ്ഞോണ്ട് തള്ളിക്കളയും. എന്നാൽ ഈ അപ്പൻ മറ്റൊരു സ്വഭാവക്കാരനാണ്. ലോകത്തിരുന്നവരെ കണ്ടിട്ടുള്ള ഏതൊരു അപ്പനേക്കാൾ അത്ഭുതവാനായൊരു അപ്പൻ, അത്ഭുത സ്നേഹത്തിന്റെ ഉടമയായൊരു അപ്പൻ തന്റെ പുത്രൻ ഇറങ്ങിപ്പോയി. അപ്പനറിയാം ഇവൻ എന്നായാലും മടങ്ങി വന്നേ തീരത്തുള്ളൂ. കാരണം ഈ അപ്പന്റെ ഭവനത്തിൽ ലഭിക്കുന്ന സ്നേഹവും അപ്പന്റെ ഭവനത്തിൽ ലഭിക്കുന്ന സന്തോഷവും ലോകത്തിൽ ഒരു സ്ഥലത്തും അവന് ലഭിക്കത്തില്ല എന്ന് അപ്പന് നന്നായിട്ട് അറിയാം. അപ്പൻ എന്തെന്നറിയോ? ഇവൻ ഇറങ്ങിപ്പോയ അതേ ദിവസം തന്നെ തന്റെ ദാസന്മാരിൽ ഒരുവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു റേസിനാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നീ പെട്ടെന്ന് എന്റെ മകന്റെ അളവ് നിനക്കറിയാമല്ലോ, അവന് ഒരു പുതിയ അങ്കി ഉണ്ടാക്കി വെക്കാൻ ഉണ്ടാക്കി വെച്ചു. ഇത് അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. എന്റെ ഭാവന ഞാൻ പറയുക. കാരണം ഇളയപുത്രൻ വന്ന ഉടനെ ഇതെല്ലാം കൊണ്ടും ഉദിപ്പിക്കാൻ പറഞ്ഞു. രണ്ടാമതായിട്ട് ഒരു സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ എന്റെ മകന്റെ കയ്യിലെ അളവിലാണ്, വിരലിന്റെ അളവിലാണ്, നീ അവനൊരു നല്ല മോഡൽ ഉണ്ടാക്കി. തീർന്നില്ല. അവിടെ ചെരുപ്പ് നന്നാക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകന്റെ കാലിന്റെ അളവ് നിനക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം ഉണ്ടാക്കി അതേ അളവ് ഒരല്പ വ്യത്യാസത്തിൽ രണ്ട് ചപ്പലുണ്ടാക്കി വെക്കണം. എന്തൊരു അപ്പന്റെ സ്നേഹമുണ്ടോ! തീർന്നില്ല. അപ്പൻ സ്വരൂപിച്ച് വെച്ചിരുന്ന കുറച്ച് ധനം തന്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചെന്ന് ഒരു കാളക്കുട്ടിയെ മേടിച്ചു കൊണ്ട് കെട്ടി. എന്താണെന്നറിയോ? അപ്പനറിയാമായിരുന്നു എന്റെ പുത്രൻ ഒരിക്കൽ തിരിച്ചു വരും. അന്നവനെ എനിക്ക് വീണ്ടെടുക്കണമെങ്കിൽ ഈ കാളക്കുട്ടി അവന് വേണ്ടി തകർക്കണം. ഇതല്ലേ പ്രിയ സ്നേഹിതരെ, ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് തിരുവെടുത്ത് പറയുന്നത്. നരകുലം ഈ ഭൂമിയിൽ തകർന്ന് തനിപ്പണമാകുമെന്ന് സർവജ്ഞാനിയായ ദൈവം നരകുലത്തിന് മുൻപേ തന്നെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടല്ലേ തന്റെ ഓമനപുത്രനെ അന്നേ നമുക്ക് വേണ്ടി കരുതിയിരുന്നു. ഇവിടെ വെളിപ്പെടുത്തുന്നത് ദൈവസന്നിധി വിട്ടു തിരിഞ്ഞോടിപ്പോയ ഭാവിയായ മനുഷ്യനെയാണ് ഇളയപുത്രൻ ചിത്രീകരിക്കുന്നത്, ഇളയപുത്രൻ പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ സ്നേഹനിധിയായി അവനെ മടക്കി വരുത്തുവാൻ കാത്തിരിക്കുന്ന, അവന് വേണ്ടി എല്ലാം ഒരുക്കി കാത്തിരിക്കുന്ന ഒരപ്പനെ വെളിപ്പെടുത്തുകയാണ് സർവശക്തനായ ദൈവത്തെ. പ്രിയ സ്നേഹിതരെ,
ഇന്ന് ഇതുവരെയും ഈ അപ്പന്റെ സ്നേഹം തിരിച്ചറിയാത്തവരാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഞാൻ നിന്നെ നോക്കി പറയട്ടെ, ഒരുപക്ഷെ നിന്റെ മാതാവ് നിന്നെ മറന്നിട്ടുണ്ടാകാം, നിന്റെ പിതാവ് നിന്നെ മറന്നിട്ടുണ്ടാകാം, സമൂഹം മുഴുവൻ നിന്നെ മറന്നിട്ടുണ്ടാകാം, നീ സ്നേഹിച്ചവരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിട്ട് പോയിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ പറയട്ടെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ ഉണ്ട്. എന്നാൽ അപ്പൻ എന്ത് ചെയ്യുന്നറിയോ? ഇതെല്ലാം ഒരിക്കൽ തന്റെ ഭവനത്തിൽ വെച്ച് ധരിപ്പിച്ച കാളക്കുട്ടിയെ വളർത്തിക്കൊണ്ടേയിരുന്നു. തീർന്നില്ല. എല്ലാ ദിവസവും അപ്പൻ ഇങ്ങനെ വഴിസ്ഥലത്തിൽ നോക്കിയിരിക്കും. എന്റെ പുത്രൻ എപ്പോൾ വരും, എന്റെ പുത്രൻ എപ്പോൾ വരും. എനിക്ക് പറഞ്ഞു തീർക്കുവാൻ പോലും അപ്പന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഹാർട്ടിൽ കത്തിപ്പോവുക. ഇതാണ് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവത്തിന്റെ സ്നേഹം. ഞാൻ ഏതിനോടാ ഉപമിക്കേണ്ടത്, എന്തിനോടാ വർണ്ണിക്കേണ്ടത്? അതുകൊണ്ട് വാക്കുമുട്ടിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ആഴമേ, അതിന്റെ നീളമേ, രീതിയെ ഏതിനോട് ഉപമിക്കാൻ കഴിയും? ഒന്നിനോട് സാധ്യമല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ എഴുതി, ദൈവം സ്നേഹം തന്നെ. അപ്പൻ സ്നേഹിക്കുന്നു, അമ്മ സ്നേഹിക്കുന്നു, മക്കൾ സ്നേഹിക്കുന്നു, ഭാര്യ സ്നേഹിക്കുന്നു, സഹോദരങ്ങൾ സ്നേഹിക്കുന്നു, പ്രിയപ്പെട്ടവർ സ്നേഹിക്കുന്നു. പക്ഷെ സ്നേഹം തന്നെ എന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ ദൈവം സ്നേഹം തന്നെ, ദൈവ സ്നേഹം തന്നെയാണ്. അപ്പൻ ഇങ്ങനെ വഴിസ്ഥലത്ത് കാത്തിരുന്നു. നാളെ അടുത്ത വാക്യം വായിച്ചെങ്കിൽ അവൻ എന്താ സംഭവിച്ചെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സുബോധം വന്നിട്ട് അവന് സുബോധം വന്നു. ഇപ്പോൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ബോധമില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ. സുബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അപ്പനെ തിരിച്ചറിയാത്തത്. അപ്പോ ഒരുവൻ ദൈവവഴി വിട്ടിറങ്ങി പോകുന്നുവെങ്കിൽ അർത്ഥം അവന്റെ ബോധത്തെ നഷ്ടപ്പെടുത്തത്തക്ക രൂപത്തിൽ എന്തൊക്കെയോ അവന്റെ മൈൻഡിൽ കയറിക്കൂടി. അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ ഇറങ്ങിപ്പോയത്. സുബോധം വന്നു. അബോധാവസ്ഥയിലായിരുന്ന മനുഷ്യന് സുബോധം വരുത്തി. എങ്ങനെ വരുത്തി? അപ്പന്റെ സ്നേഹം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഉണ്ടായിരുന്നു. അപ്പന്റെ ഭവനത്തിൽ നടന്ന കാഴ്ചകൾ അവന്റെ ഉള്ളറയിൽ ഉണ്ടായിരുന്നു. സുബോധം വന്നിട്ട് അവൻ എങ്ങനെ ചിന്തിച്ചു, എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാർ തിന്നു കുടിച്ച് സുരക്ഷമായി ജീവിച്ചു, എന്നാൽ ഞാനോ വിശപ്പ് കൊണ്ട് കിടക്കുന്ന മലയിൽ ഞാൻ എന്റെ അപ്പന്റെ അടുക്കൽ ചെല്ലും. എന്നിട്ട് ഞാൻ അപ്പനോട് പറയാം, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്യും. അതുകൊണ്ട് ഇനി നിന്റെ പുത്രനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഈ കാണ പ്രിയ സ്നേഹിതരെ, ഏതൊരു മനുഷ്യനും ദൈവത്തോട് അടുക്കാൻ വേണ്ട ഒരു ക്വാളിറ്റി. ഇന്ന് പള്ളിക്കാർ പറയും, അല്ലെങ്കിൽ ഡിനോമിനേഷൻകാർ പറയും, നിനക്ക് അത് വേണം, ഇത് വേണം, അപ്പുറത്ത് വേണം, ഇപ്പുറത്ത് വേണം എന്നൊക്കെ പറയും. അതെല്ലാം അവരവരുടെ ഡിനോമിനേഷൻ ഒരുക്കി വെച്ചിരിക്കുന്ന ചില ഉപദേശങ്ങളാണ്. എന്നാൽ യഥാക്രമത്തിൽ ഒരു പ്രാപിയായ മനുഷ്യന് ദൈവത്തോട് അടുക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് തന്റെ കുറ്റത്തെ സമ്മതിക്കുക എന്നുള്ളതാണ്. പ്രവാചകനായ യെശയ്യാവിൽ കൂടി 1-18-19 വാക്യത്തിൽ പറയുന്നു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിന്റെ പാപം എത്ര കടിഞ്ഞു വെപ്പായാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. 1 യോഹന്നാന്റെ ലേഖനം 1-7 വാക്യത്തിൽ എഴുതി, അവൻ വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇത് തന്റെ മനസ്സിൽ തോന്നി. ഉടനെ അവന് മനസ്സിലായി, ഇനി ഞാൻ നിൽക്കുന്നിടമെല്ലാം ശൂന്യമാണ്, ഞാൻ ഓടും, അപ്പന്റെ അടുക്കൽ പോയി ഞാൻ എന്റെ കുറ്റത്തെ സമ്മതിക്കും. എന്നാൽ തിരുവെഴുത്ത് എന്ത് പറയുന്നത്? വായിച്ചാൽ തിരുവെഴുത്ത്, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് അവനെ കണ്ടു. ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ എത്ര ദൂരത്തിലാണെങ്കിലും നിന്നെ തിരിച്ചറിയുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നീ എത്ര ആഴത്തിലാണെങ്കിലും, നീ എത്ര അടുക്കിലാണെങ്കിലും, നീ എത്ര തകർച്ചയിലാണെങ്കിലും നിന്നെ കണ്ട് മനസ്സറിയുവാൻ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം മതിയായുള്ളത്രേ. ഞങ്ങൾ ആ ദൈവത്തെയാണ് പ്രസംഗിക്കുന്നത്. മനുഷ്യന്റെ രക്തത്തിൽ മതിമയങ്ങുന്ന ഒരു ദൈവത്തെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മനുഷ്യന്റെ രക്തം കണ്ട് അതിൽ സന്തോഷിക്കുന്ന ദൈവത്തെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മനുഷ്യന്റെ അവസ്ഥ കണ്ടിട്ട് അവനോട് മനസ്സറിയുന്നവനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നാൽ അവനെ ദൂരത്തുനിന്ന് കണ്ടപ്പോഴേ അപ്പന് മനസ്സിൽ, കാരണം അപ്പനറിയാതെ എന്റെ പുത്രൻ ഒരിക്കൽ മടങ്ങി വരും, അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയട്ടെ, ഇനി മുമ്പിലോട്ടൊന്നും ചെയ്യാമില്ല, എല്ലാവരും ആസ്വദിക്കുന്നു, എല്ലാം തീർന്നു എന്ന് ആരുടെയെങ്കിലും മനസ്സാക്ഷി തോന്നുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഇല്ല കുഞ്ഞെ, നീ കാണാത്ത സൗഭാഗ്യം നിനക്ക് നൽകുക, നിനക്ക് ലഭിച്ചിട്ടില്ല അത്ര അവകാശം നിനക്ക് തരുക, നിനക്ക് ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം നിന്റെ ജീവിതത്തിൽ നൽകി തരുവാൻ കഴിയുന്ന ഒരു അപ്പൻ നിനക്കായി കാത്തിരിക്കുന്നു. എഴുന്നേറ്റാട്ടെ കുഞ്ഞെ, ഈ പകൽക്കാലം തന്നെ അപ്പന്റെ സ്നേഹത്തിന്റെ മുമ്പിലേക്ക് അടുത്ത് എന്നാട്ടെ. എന്നാൽ അപ്പൻ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഇപ്പൊ വന്നിരിക്കുന്ന ദേശീയമാരോടുകൂടെ തിന്നുകുടിച്ച്
ലോകത്തിലെ അഴുക്കിന്റെ പടുകുടിയിൽ കിടന്ന് പന്നികളുടെ നടുവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവിന്റെ മഹത്വം അതാണ്. ഏത് കുഷ്ഠരോഗിക്കും അടുത്ത് ചെന്നവനെ തൊടാം, ഏത് രക്തസ്രവമുള്ളവർക്കും അടുത്ത് ചെന്നവനെ തൊടാം, ഏത് കുരുടനും അവനോട് നിലവിളിക്കാം. ഓ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടുത്ത് ചെല്ലുവാനും അഭയം പ്രാപിക്കുവാനും അപേക്ഷകളെ നിരത്തി വയ്ക്കുവാനും ഇങ്ങനെ ഒരു കവാടം മറ്റൊരിടത്തുമില്ലേയില്ല. അതിനാൽ തിരുവെടുത്ത് പറയുന്നു, മറ്റൊരു സ്ഥലം രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നടുവിൽ ഒരേ ഒരു നാമം, ഒരേ ഒരു ഇടം, അത് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവിന്റെ പാതാരവിന്ദം മാത്രമാണ്. എന്നാൽ നേക്കണം പ്രിയ സ്നേഹിതരെ, ഓടി വന്ന് അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു. മകൻ പറയുകയാണ്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, ഇത് നിന്റെ മകനാകുവാൻ എനിക്ക് യോഗ്യതയില്ല. ഇതൊന്നും അപ്പൻ നോക്കുന്നില്ല. അവന്റെ കുറ്റസമ്മതം അവൻ സമ്മതിച്ചപ്പോൾ തന്നെ അപ്പൻ അവന്റെ സകല പാപത്തെ ക്ഷമിച്ചു, അപ്പൻ അവന്റെ സകല കുറവുകളെ ക്ഷമിച്ചു. തീർന്നില്ല, പെട്ടെന്ന് വിളിച്ചു, ഒരു ദാസനെ വിളിച്ചു, പെട്ടെന്ന് എന്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ മെത്തരമായ അങ്കി കൊണ്ടുവന്ന് ഉടുപ്പിക്കാൻ പറഞ്ഞു. മെത്തരമായ അങ്കി ഉടുപ്പിക്കുന്നത് തന്റെ മകനെ അവകാശിയായി പ്രഖ്യാപിക്കുകയാണ്. സാധാരണ യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ 12ാമനായ ജോസഫിന് അങ്കി ഉണ്ടാക്കി കൊടുത്തു. കാരണം അത് അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു. ഇപ്പോ മൂത്ത പുത്രനേക്കാൾ മടങ്ങി വന്ന ഇളയ പുത്രന് അപ്പന്റെ ഭവനത്തിലെ, അപ്പന്റെ സ്വത്തുവകയിലെ, അപ്പന്റെ സകല നന്മകളുടെയും അധികാരിയാക്കി മാറ്റുകയാണ്. നമ്മൾ ആരെങ്കിലും ചെയ്യുമോ സ്നേഹിതരെ? ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു അപ്പൻ അത് ചെയ്യാൻ കഴിയുമോ? ഇങ്ങനെ ഒരു അപ്പൻ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഒരേ ഒരു അപ്പനേ ഉള്ളൂ മനുഷ്യൻ യഥാക്രമത്തെ സ്നേഹിക്കാൻ കഴിയുന്ന അപ്പൻ. ഇതാണ് അപ്പന് മക്കളോട് തോന്നുന്ന കരുണ. യഥാർത്ഥ അപ്പന്മാർക്ക് തിരിച്ചറിയണം. ഇവിടെ വസ്തുവിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ മക്കളെ പങ്കുവയ്ക്കുന്ന പിതാക്കന്മാർ തിരിച്ചറിയുക യഥാർത്ഥ അപ്പന്റെ സ്വഭാവത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അടുത്തവനെ വിളിച്ചു, പെട്ടെന്ന് കൊണ്ടുപോവാ, ഒരുക്കി വെച്ചിരിക്കുന്ന മോതിരം കൊണ്ടുവന്ന് എന്റെ മകനെ എണീക്കാൻ പറഞ്ഞു. അപ്പന്റെ മുദ്രമോതിരം തന്റെ സകല അവകാശങ്ങൾക്കും അവകാശിയാക്കി, മുദ്രമോതിരം അറിയിച്ചു, അധികാരിയാക്കി, അവകാശിയാക്കി. പിന്നെ അവൻ ചോദിച്ചത് എന്താണ്? നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെയാക്കണം, അഥവാ എന്നിവരെ അടിമയായി കാണണമേ. എന്നാൽ അപ്പനോ അടിമകൾക്ക് സാധാരണ ചെരുപ്പ് കൊടുക്കാറില്ല. അടുത്തവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരുക്കി വെച്ചിരിക്കുന്ന ചെരുപ്പ് കൊണ്ടുവന്ന് എന്റെ മകനെ അണിയിക്കാൻ പറഞ്ഞു. ഇപ്പൊ ചെരുപ്പാൻ അടിമയുടെ ഒന്ന് അപ്പൻ പുത്രനായി അംഗീകരിച്ചു, തന്റെ അവകാശത്തിന്റെ അവകാശിയാക്കി പ്രഖ്യാപിച്ചു. തീർന്ന് സകല അധികാരികൾക്കും അധികാരിയാക്കി അവനെ തെരഞ്ഞെടുത്തു. തീർന്നില്ല, ഉടനെ വാല്യക്കാന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പുത്രന് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കാൻ പറഞ്ഞു. ഇതല്ലേ കാൽവരി ക്രൂശിൽ നാം കാണുന്നത്. ലോകത്തെ വീണ്ടെടുക്കുക, മാനവകുലത്തെ മുഴുവൻ വീണ്ടെടുക്കുക, ലോകസ്ഥാപനത്തിനു മുൻപേ ഒരുക്കി നിർത്തിയ ദൈവ കുഞ്ഞാനെ, പഠിപ്പിച്ച കാളക്കുട്ടിയായ യേശുക്രിസ്തുവിനെ ഗതശമന മുതൽ കാൽവരി വരവരെയും അങ്ങോട്ട് തകർക്കുവാനുള്ള സ്നേഹം തോന്നി. പ്രവാചകനായ യെശയ്യാവ് എഴുതി 53-ാമത്തെ 10-ാമത്തെ വാക്യം, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. 4-5 വാക്യങ്ങളിലോട്ട് വരുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവന്റെ അടിപ്പണരാൽ നമുക്ക് സൗഖ്യം വന്നു. തിരുവെടുത്ത് പറയുന്നു, നമ്മുടെ ശിക്ഷാവിധി അവന്റെ മേൽ ആയി. അഥവാ ഇളയപുത്രനെ ശുദ്ധീകരിക്കണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, വേശ്യമാരോടുകൂടെ തിന്നുകുടിച്ച് സുഖിച്ച് പാപത്തിന്റെ ചേറ്റിൽ നിന്ന് മടങ്ങി വന്നവനെ കഴുകണമെങ്കിൽ കാളക്കുട്ടിയുടെ രക്തം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ കാളക്കുട്ടി അളത്തം കൊണ്ട് വിരുന്നൊഴിക്കുകയാണ്. കാളക്കുട്ടിയുടെ രക്തത്താൽ ഭവനത്തെ ശുദ്ധീകരിക്കുകയാണ്. കാളക്കുട്ടിയെ അളത്ത് അങ്ങോട്ട് വിരുന്നൊഴുക്കി. ഇതാണ് സർവശക്തനായ ദൈവം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരുക്കി. സകല മാനവകുലത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, അവനെ പാതാത്ത കാലത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി, നഷ്ടപ്പെട്ട വാത്സല്യത്തെ അവനെ തിരിച്ചെത്തിക്കുവാൻ വേണ്ടി, നഷ്ടപ്പെട്ട സർവീസിന്റെ അവകാശം തരുവാൻ വേണ്ടി, സൃഷ്ടിയെ പുത്രനാക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ വീണ്ടെടുപ്പിന്റെ ഏറ്റവും വലിയ കവാടമാണ് കർത്താവായ യേശുക്രിസ്തു. റോമാലേഖനം 3-25 വാക്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് വിശ്വസിക്കുന്ന തന്റെ രക്തമുഖാന്തരം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി പറഞ്ഞു. ദൈവ കുഞ്ഞാൽ ഘടിപ്പിച്ച കാളക്കുട്ടിയാൽ യേശുക്രിസ്തുവിനെ അങ്ങോട്ട് അകற்றപ്പെടുവാനിടയായി. അവൻ ദൈവ കോപാഗ്നി ലഭിക്കുവാനിടയായി.
തന്റെ പുത്രനെ ശുദ്ധീകരിക്കുവാൻ ഇപ്പോൾ നടക്കുന്നു. അപ്പന്റെ ഭവനത്തിനകത്ത് വാദ്യഘോഷം. ഇളയപുത്രൻ മടങ്ങി വരുമ്പോഴേ വാദ്യഘോഷമില്ല. എപ്പോൾ ദൈവ കുഞ്ഞാട് അറുക്കപ്പെട്ടോ അപ്പോഴാണ് സ്വർഗത്തിൽ വാദ്യഘോഷം മുഴങ്ങിയത്. അപ്പോഴാണ് സ്വർഗം സന്തോഷിക്കുവാൻ ഇടയായത്. അതിന്റെ അടയാളമായിട്ടാണ് സർവശക്തനായ ദൈവം മൂന്നാമത്തെ ദിവസം യേശുവിനെ പുനരുത്ഥാനത്തിൽ കൊണ്ടുവന്നു. മാനവകുലത്തിന്റെ വീണ്ടെടുപ്പിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തി. യേശു ക്രൂശിൽ വെച്ച് പറഞ്ഞ വാക്ക് നോക്കണമേ, നിവർത്തിയാണ്. അഥവാ ഏതൊരു പാതിയെയും വീണ്ടെടുക്കുവാനുള്ള വീണ്ടെടുപ്പ് പൂർത്തിയാക്കി പഠിപ്പിച്ച കാളക്കുട്ടിയാണ്. ഇപ്പൊ അടുത്ത വാദ്യഘോഷം. എന്താണ് വാദ്യഘോഷം? കൂടിയാണ് വിഷയം. പുറപ്പാട് പുസ്തകം 32-ാമത്തെ 33-ാമത്തെ വാക്യം പറയുന്നു, എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ. ഇപ്പൊ അപ്പന്റെ പുസ്തകത്തിൽ, അപ്പന്റെ കുടുംബ രജിസ്റ്ററിൽ, അപ്പന്റെ ഈ പറയപ്പെട്ട ഇനിയുള്ള അവകാശത്തിൽ ഇവന് ഇതുവരെ യാതൊരു അവകാശമില്ല. എല്ലാം നഷ്ടപ്പെടുത്തിയവരാണ്. അവിടെ പേരെഴുതി കൊള്ളിക്കുകയാണ്. അതിനെ ബൈബിൾ എഴുതി. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ മറ്റൊരു പുസ്തകം പറഞ്ഞു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി. അതാ ഏതൊരു ഭാവിയും മടങ്ങി വന്നു കാളക്കുട്ടിയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുമ്പോൾ എഴുതുന്ന പേരാണ്, പേരെഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യിൽ തടയിടും. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. അതിന് നീ ചില സഭകളൊക്കെ പറയും, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇതൊന്നും അല്ല വേണ്ടത്. ഇവിടെ ഇളയ പുസ്തകം ചെയ്യണം. അപ്പ ഞാൻ സ്വർഗത്തോട് നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിന്റെ മുമ്പിൽ ഭാവിയാണ് എന്നുള്ളൊരു സമ്മതമാണ് നമുക്ക്. അത് സമ്മതിച്ചു കൊടുക്കുമ്പോഴാണ് കാളക്കുട്ടിയുടെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നത്. അവകാശിയായി, അധികാരിയായി, സകല അനുഗ്രഹത്തിനും യോഗ്യനായി, ഒന്നുമല്ലാതെ പുറത്തിറക്കിക്കിടുന്ന ഈ പുത്രനെ അകത്ത് സ്നേഹിക്കുന്ന അപ്പനാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. ഈ ദൈവം ഇന്ന് തൽക്കാലം നമ്മെ എല്ലാം അതുപോലെ സ്നേഹിക്കും. അപ്പന്റെ ഭവനത്തിൽ വാദ്യഘോഷമുണ്ടായി. ഒന്ന് വായിച്ചത് 23-24 വാക്യം. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവിൻ, നാം തിന്ന് ആനന്ദിക്കാം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ആനന്ദിക്കുക. മരിച്ചവനായിരുന്നു, അതെ, എന്നാ വീണ്ടും ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേൽ ചുമത്തി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത്. അവൻ നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്റെ കയറി. 2:10-24 അവന്റെ അടിപ്പിടലാണ് നമുക്ക് സൗഖ്യം. യേശുക്രിസ്തു കാൽവരിയിൽ നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ആ ക്രൂശിൽ തന്റെ പ്രാണനെ വെച്ചതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ടാകും, നമുക്ക് സന്തോഷമുണ്ടാകും. കാരണം ഇനി ഒരു അവകാശം നമുക്ക് ലഭിച്ചു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അതെ, പിതാവിന്റെ ഭവനത്തിൽ അവകാശം നഷ്ടപ്പെട്ട് എനിക്ക് ലഭിച്ചു, നഷ്ടപ്പെട്ട നിനക്ക് ലഭിക്കും. പ്രിയ സ്നേഹിത, പ്രിയ മാതാവേ, പ്രിയ സഹോദരി, പ്രിയപ്പെട്ടവരെ, തിരുവചനം കേൾക്കുന്ന ഏവരുമായുള്ളവരെ, തിരുവഴുത്തുമായി ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. ധരിപ്പിച്ച കാളക്കുട്ടി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിക്കും. അതിനെ അറക്കുക എന്ന് പറഞ്ഞത് അതാണ് കാലിൽ ക്രൂശിൽ നടന്ന അന്നത്തെ യാഗം. ആ യാഗത്താലാണ് നമുക്ക് പുത്രത്വം ലഭിച്ചത്. സൃഷ്ടിയായ നമ്മൾ പുത്രനാകുന്നത് യേശുക്രിസ്തുവിൽ കൂടെയാണ്. ഈ പുത്രത്വം പ്രാപിച്ചതിന്റെ പേരാണ് ജീവന്റെ പുസ്തകത്തിൽ ഉള്ളത്. തന്റെ ശിഷ്യന്മാർ നോക്കിക്കൊണ്ട് യേശു ഒരിക്കൽ പറഞ്ഞു, ഈ ക്രിസ്തുവിന്റെ സുവിശേഷം 10-20 വാക്യം, ഭൂതങ്ങൾ നിങ്ങൾക്ക് കേടുന്നതിനല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുക, സന്തോഷിക്കുക. അഥവാ ഭൂമിയിൽ വെച്ചൊരുവൻ ഈ അപ്പന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പന്റെ അടുക്കൽ വന്ന് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഈ കാളക്കുട്ടിയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുമ്പോൾ, അഥവാ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ പുസ്തകത്തിൽ കുഞ്ഞാട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യം, ഈ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക 2ാം മരണം. പ്രിയ സ്നേഹിതരെ, യേശുവിന്റെ ക്രൂശീകരണം, യേശു നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു, പ്രകടപ്പെട്ടു.
വെളിപ്പാട് പുസ്തകത്തിൽ പറയും, കുഞ്ഞാണ് അറുക്കപ്പെട്ടുവെന്നാണ്. അവൻ അറുക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ്. കാളക്കുട്ടി അറുക്കപ്പെട്ടത് തന്റെ പുത്രനെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. ഇപ്പോഴാണ് വാക്യഘോഷം, ഇപ്പോഴാണ് സ്വർഗ്ഗം സന്തോഷിച്ചത്. അങ്ങനെ തന്നെ 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ ഒരു പാപി മനംതിരിഞ്ഞ് മാനസാന്തരപ്പെടുമ്പോ സ്വർഗ്ഗം അധികം സന്തോഷിക്കും. ഇങ്ങനെയൊരു സ്നേഹം ഉള്ള ഒരപ്പനെ പറയട്ടെ മതങ്ങൾ, പറയട്ടെ തത്വചിന്തകൾ, പറയട്ടെ മതമൗലികവാദികൾ, പറയട്ടെ യുക്തിവാദികൾ, പറയട്ടെ നിരീക്ഷണവാദികൾ, പറയട്ടെ പ്രത്യക്ഷവാദികൾ, പറയട്ടെ ജ്ഞാനവാദികൾ, പറയട്ടെ ലോകം, ഒരപ്പനെ കാണിച്ചു തരാൻ കഴിയുന്നു. ഇല്ല എങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാവ്യ കൃഷിയിലേക്ക് പോകും. അതാണ് യഥാർത്ഥ അപ്പന്റെ സ്നേഹം. ഈ അപ്പൻ എന്നെയും സ്നേഹിക്കും. മനസ്സോടുകൂടി ഈ അപ്പന്റെ മുമ്പിൽ മുട്ടുമടക്കുക, മനസ്സോടുകൂടി ഈ അപ്പന്റെ മുമ്പിൽ ഏറ്റുമറിയുക, മനസ്സോടുകൂടി ഈ അപ്പനെ ഉള്ളവരെ സ്വീകരിക്കാം. മനസ്സുള്ളവർ ഇത് വേർക്കാതെ കൊടുത്താൽ. പ്രിയ സ്നേഹിതരെ, അപ്പൻ നമ്മെ സ്നേഹിക്കുന്നത് പോലെ ദൈവം തന്റെ ഭക്തന്മാരെ സ്നേഹിക്കും. സംഗീതക്കാരൻ പറഞ്ഞു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഈ തിരുവഴുത്തിന്റെ മുമ്പിൽ നമുക്ക് ശിരസ് മുറിക്കാം. സർവ്വതയാലുമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഒന്നുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.